മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ക്യാമ്പയിന് പിന്നാലെ ഇപ്പോൾ ഷൊർണൂർ കണ്ണൂർ പാതയിൽ റെയിൽവേ ഒരു പുതിയ ട്രെയിൻ അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകളാണ് ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നത്. അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജറായ അർമുഖൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ട്രെയിൻ ഫ്ലാഗ് ഓഫ് നടത്തിയിരിക്കുന്നു. ഇവിടെ നിരവധി ആളുകളാണ് ഈ ഒരു പുതിയ ട്രെയിന് സ്വീകരണം നൽകാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. കാരണം പാലക്കാട് സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഷൊർണൂരിനെ സംബന്ധിച്ചോളം ട്രെയിനുകൾ വളരെ കുറവായിരുന്നു. ഇതുകൊണ്ട് തന്നെ യാത്രക്കാർ വളരെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രെയിന് കൂടി ഈ ഒരു പാതയിൽ സർവീസ് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി പേർക്കാണ് ഇതൊരു സഹായകരം ആയി തീരുക. ഇപ്പോൾ ഈ ട്രെയിൻ സർവീസിന് സ്വീകരണം നൽകാൻ വേണ്ടി BJPയുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു യാത്രാ ദുരിതത്തിനാണ് ഇവിടെ ഒരു പരിഹാരമാവുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരുപാട് കാലങ്ങളായി ഈ ഭാഗത്തേക്ക് മലബാർ മേഖലയിലേക്ക് ഇങ്ങനൊരു യാത്രാക്ലേശം വല്ലാണ്ടായിരുന്നു. ഇത് ഒരുപാട് ആളുകൾ മാധ്യമപ്രവർത്തകർ അവരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിന് മുമ്പിലെത്തിയ സമയത്ത് രണ്ട് കൈ നീട്ടിയിട്ടാണ്. ഏതായാലും ട്രെയിനിന്റെ ഈ ഒരു ആദ്യ സർവീസ് വലിയ രീതിയിൽ ആഘോഷമാക്കുകയാണ് റെയിൽവേയിലെ ജീവനക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ ട്രെയിനിൽ 12 കോച്ചുകളാണുള്ളത്, ജനറൽ കോച്ചുകളാണ്. ഇതുകൊണ്ട് തന്നെ നിരവധി യാത്രക്കാർക്കാണ് ഗുണകരം ആവുക. ഏതായാലും ട്രെയിനിന്റെ ഈ ഒരു ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു. ട്രെയിൻ ആദ്യ സർവീസ് നടത്തുന്നു. ആകെ 18 സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഇതിന് ശേഷം സർവീസുകളുടെ സർവേ എടുത്തതിന് ശേഷം മാത്രമായിരിക്കും തുടർ സർവീസുകൾ എന്നാണ് ഇപ്പോൾ ഏതായാലും റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ തിരക്കുൾപ്പെടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇനി ഈ ട്രെയിൻ സർവീസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ റെയിൽവേ ചർച്ച ചെയ്യുക. ഏതായാലും ഈ സർവീസ് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചടങ്ങ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജറായിട്ടുള്ള അർമുഖം നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, വലിയ രീതിയിൽ യാത്രാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഷൊർണൂർ കണ്ണൂർ പാതയിലെല്ലാം. അതിനൊരു വലിയൊരു ഉത്തരമായിരിക്കും. അതെ, ഏകദേശം ഒരു മലബാർ മേഖലയിലുള്ള യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ ഇത് പരിഹാരമാകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ആകെ 12 കോച്ചാണ് ഉള്ളത്, 948 സീറ്റുണ്ട്. ഇപ്പോൾ കുർളയ്ക്ക് മുമ്പായിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കുർളയിലുള്ള ഇപ്പോഴുള്ള അധികം തിരക്ക്, നല്ല ഭയങ്കരമായ തിരക്ക് നമുക്ക് കുറയ്ക്കാൻ ഈ വണ്ടി ഇട്ടുകൊണ്ട് സാധിക്കും. ഇവിടെ നിലവിൽ 18 ഓപ്പറേഷൻസ് ആണ്. 18 ട്രിപ്പാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആഴ്ചയ്ക്ക് 4 ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഇവിടെ നിന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് രാവിലെ 8:00 സ്റ്റാർട്ട് ചെയ്യും. അത് ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസങ്ങളുണ്ടാവുക. ഇവിടെ 12:00 എത്തുന്നു. ഇവിടെ നിന്ന് 3:40 സ്റ്റാർട്ട് ചെയ്ത് അവിടെ 7:40 എത്തിച്ചേരും. ട്രെയിൻ സർവീസ് ആരംഭിച്ച വിവരം അറിഞ്ഞ് കൂടുതൽ ആളുകൾ എത്തുമെന്ന് തന്നെയാണ് റെയിൽവേ കരുതുന്നത്. തീർച്ചയായിട്ടും അവർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ കൂടുതൽ പ്രധാനമായിട്ടും മലബാർ മേഖലയിലുള്ള നമ്മുടെ ഈ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വണ്ടി മാക്സിമം പ്രയോജനപ്പെടുന്നത്. പരാതികൾ മാക്സിമം കുറയും. റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു. ഈ മലബാറിലേക്ക് ട്രെയിനുകൾ കുറവായതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ ഈ പരാതികൾ കുറവാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് റെയിൽവേ ഉള്ളത്. ആകെ 18 സർവീസുകളാണ് ഈ പുതിയ ട്രെയിൻ നടത്താൻ പോകുന്നത്. ഇതിനുശേഷം യാത്രക്കാരുടെ തിരക്കുൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ഈ ട്രെയിനിൻ്റെ തുടർ സർവീസുകൾ റെയിൽവേ തീരുമാനിക്കും. ഷൊർണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ.